ജിതിൻ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. 99.9 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1400. 1400 വരും അല്ലേ? അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. ഇനി ഏതിനാ നോക്കുന്നത്? ഇനി അഡ്വാൻസ്ഡ് മാത്രം. അഡ്വാൻസിന് മാത്രം നോക്കുന്നു? അല്ല, മെയിൻസ് എഴുതും. മെയിൻസ് എഴുതണം. മെയിൻസ് എഴുതാൻ നോക്കണ്ട, പക്ഷെ അഡ്വാൻസ് നോക്കണം. പക്ഷെ മെയിൻസിന്റെ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടൊന്നും വരണ്ട. അഡ്വാൻസിന് പഠിക്കുകയും മെയിൻസിന് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഫാദർ എന്ത് ചെയ്യുന്നു? എൻ്റെ അച്ഛൻ എഞ്ചിനീയർ. എവിടെയാണ്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, തണ്ണീർമുക്കം. തണ്ണീർമുക്കത്ത് അല്ലേ? നമുക്ക് ബണ്ട് പണിയുന്ന ആളാണോ? അപ്പോൾ മിടുക്കനായിട്ട് വരിക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ചേട്ടൻ ഇവിടെ പഠിച്ചാന്നറിയാം. ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. ജിതിന്റെ മെന്റർ ആയിട്ടുള്ള ബിനിൽ സാർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് ജിതിനെ പറ്റിയിട്ടുള്ള വിശേഷം ബിനിൽ സാറിനോട് ചോദിച്ചേക്കാം. സാർ, എന്താണ് ജിതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ഇതിന് നമ്മുടെ മുത്തല്ലേ, ഇതിന് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരുന്നു 99.9 കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ജിതിന് ഇടയ്ക്കൊരു പേടിയൊക്കെ ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പം പേടി, പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് പേടിയുണ്ടായിരുന്നു. ഈ റിസൾട്ടിൻ്റെ തലേദിവസം വീട്ടിലും പോയി. എന്നെ ഫാദർ വിളിച്ചു, അവന് ടെൻഷൻ ആവേണ്ട, റിസൾട്ട് ഒരു വീട്ടിലിരുന്നോട്ടെ. ഞാൻ നമ്മളോട് പറഞ്ഞത് വീട്ടിലൊന്നും പോകണ്ട, 99.9 100% കിട്ടുന്ന ഉറപ്പാണ്. പക്ഷെ റിസൾട്ട് ചോദിച്ച് ഞാൻ വിളിച്ചപ്പോൾ അത് അവിടെ ഒരു ടെൻഷൻ, കാരണം കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല. എനിക്ക് സംശയം എൻ്റെ തന്നെ ആണോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നമ്പർ എനിക്ക് അയച്ചു തന്നു, പാസ്വേഡ് തരാൻ പറഞ്ഞു. പക്ഷെ അന്നത്തേക്ക് മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞു മെസ്സേജ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ മെസ്സേജ് വന്നു 99.9 കിട്ടിയെന്നുള്ള സന്തോഷം. അന്നത്തേക്ക് ആദ്യത്തെ സൗണ്ടും രണ്ടാമത്തെ സൗണ്ടും തമ്മിൽ നല്ല വ്യത്യാസമായിരുന്നു. അതാണ്. പക്ഷേ കാരണം അത് ഇതിന് അർഹതപ്പെട്ട റിസൾട്ട് തന്നെയാണ്. അത് മാത്രം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല നമുക്ക്, അല്ലേ? തീർച്ചയായിട്ടും അഡ്വാൻസ്ഡിന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അഡ്വാൻസ്ഡിന് 3 ഡിജിറ്റ് റാങ്ക് അതാണ് നമ്മുടെ മനസ്സിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പഠിത്തത്തിന് വേണ്ടി തിരിച്ചു വന്നിരിക്കുന്നതാണ്, അല്ലേ? നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇനി നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ, എക്സാമുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി സെക്കൻഡ് മെയിൻസ് എഴുതണ്ടേ, എഴുതി 100% മേടിക്കാൻ നമ്മൾ നോക്കുന്നു. പിന്നെ ബാക്കി അഡ്വാൻസ്ഡിന് സാധിക്കട്ടെ കേട്ടോ. എന്തായാലും അടിപൊളി, സന്തോഷം. 2025 ജെഇ മെയിൻ സെക്ഷൻ 1-ൽ 99.90% സ്കോറുമായി നമ്മുടെ ഒരു ടോപ്പർ നമ്മുടെ ഒപ്പം ഉണ്ട്. പേരെന്തായിരുന്നു? ജിതിൻ ദേവസ്യ. ഓക്കെ, ജിതിൻ ദേവസ്യനെ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. 2-3 ദിവസമായിട്ട് പത്രങ്ങളുടെ ഫ്രണ്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ജിതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു ടോപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഹൗ ഡു യു ഫീൽ നൗ? പ്രത്യേകിച്ച് താരമൊന്നുമില്ല. പരീക്ഷ ആ ദിവസം അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പം അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത്യാവശ്യം. ഞാൻ വീട്ടിൽ പോയായിരുന്നേ അതിൻ്റെ ഒരു 2 days ബിഫോർ. അപ്പോൾ വീട്ടിൽ പോയിരുന്ന ഇപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എക്സാം എഴുതാൻ പോകും. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും പിന്നെ വൻ പ്രഷറായിരിക്കും. ഓരോ ഇത് വരുന്നത് വീട്ടിലാകുമ്പോഴത്തേക്കും പാരൻസിൻ്റെ ഒത്തിരി ഒരു കാമായിട്ടിരിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നന്നായിട്ട് എഴുതാൻ പറ്റി. ഓക്കെ, ജെഇ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇനി ജെഇ അഡ്വാൻസ് മാത്രം നോക്കുന്നുള്ളൂ. മെയിൻസ് എഴുതും എന്തായാലും, പക്ഷേ ഇനി ഫുൾ അഡ്വാൻസ്ഡ് മാത്രം. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതോ എക്സാം കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്ന ആ ഒരു ത്രില്ല് നിൽക്കുവാണോ? അങ്ങനെയല്ല, ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് തന്നെയാണ് നോക്കുന്നത്. IIT ആണല്ലോ ഈ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ ആദ്യമേ തന്നെ. എങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് എത്തിയത്? ബ്രില്യൻറ്റിൽ വരാം, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാം, IIT എന്നുള്ളൊരു ലക്ഷ്യമൊക്കെ മുൻപിൽ കണ്ട് എങ്ങനെ ബ്രില്യൻറ്റിലേക്ക് എത്തി? അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, ആൻഡ്രൂ ജോൺ എന്ന് പറയുന്നത്. അവൻ അവിടെ ഓൾറെഡി അത്യാവശ്യം നല്ല പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു, ഭയങ്കര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്. ആ ഫൗണ്ടേഷൻ ആണെങ്കിൽ വരുന്നു. അപ്പോൾ എനിക്കൊരു താല്പര്യം, 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ നിന്ന് പോയി പഠിക്കുന്ന പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് പോകുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്ന പോലെ ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, എന്നിട്ട് ഞാൻ പോയില്ല വലിയ കാര്യത്തിന്. എന്നിട്ട് പിന്നെ +1 ആയപ്പോഴത്തേക്കും പേരൻസ് അത്യാവശ്യം പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം, ലൈക്ക് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് എഞ്ചിനീയറിംഗ് തന്നെ നോക്കാം. അപ്പം ആൻഡ്രൂ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അവൻ ഫൗണ്ടേഷൻ കഴിഞ്ഞു എന്നിട്ട് കൂടെ എൻ്റെ കൂടെ അവിടെ വന്നു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലായിരുന്നു, +1 +2 വിത്ത് ബ്രില്യൻ്റ് ആയിരുന്നു പഠിച്ചത്. റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഷിഫ്റ്റിൽ 96% ഉള്ളായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം അത്യാവശ്യം ഡെസ്പായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഒത്തിരി ശ്രമിച്ചിട്ടും കിട്ടിയില്ല. പിന്നെ ആൻഡ്രൂ ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടും അത് എടുക്കാഞ്ഞാൽ ചെറിയ റിഗ്രറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പേരൻസിനോട് പറഞ്ഞ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഒരു IIT തന്നെ പോകണമെന്നുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തോട്ടേ എന്ന് ചോദിച്ച് അപ്പോഴത്തേക്ക് അവർ കുറേയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ എത്തി.
ഇവിടെ നിന്ന് മിക്കവാറും പഠിച്ച് ദിവസം ഒരു 8-9 മണിക്കൂർ മിനിമം പഠിക്കും. അപ്പം അങ്ങനെ ശ്രമിച്ച് നല്ലൊരു സ്കൂളിലേക്ക് ഇവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞ ഒരു 8-9 മണിക്കൂർ നമ്മൾ പഠിക്കുന്ന പറഞ്ഞല്ലേ, അതൊക്കെ ഇവിടെ വന്ന് ബ്രില്യൻറ്റിൽ വന്നെങ്കിൽ ആ റെസിഡൻഷ്യൽ ആ ഒരു ബാച്ചിലേക്ക് വന്നപ്പോൾ വന്ന ലൈഫിൽ വന്നൊരു റൊട്ടീനാണ്, ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടപ്പോൾ വന്നൊരു റൊട്ടീനാണോ? എങ്ങനെയാണ് ആ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ? ഭയങ്കര വ്യത്യാസമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ 9-10 എവിടെയാ സ്കൂളിൽ മാത്രമായിരുന്നല്ലോ, അവിടെ എന്ത് ഇപ്പം കളിച്ച് നടക്കും, വീട്ടിൽ പോയിട്ട് കളിക്കും, ഇത് പരിപാടി എല്ലാം ഉണ്ട്. ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ ഇരുന്നിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എണീക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റഡി ടൈം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ, അവിടെ ഇരുന്ന് പഠിക്കണം. പിന്നെ അവിടെ ഇരുന്ന് ക്ലാസ് ഉണ്ട്, 6 മണി വരെ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. എന്നിട്ട് അതിന് പിന്നെയും പഠിക്കണം. രാത്രി 11 മണി വരെ ഫുൾ ടൈം പഠിത്തമായിരുന്നു. അപ്പം ആ ഒരു ഷിഫ്റ്റിലേക്ക് വരാൻ എനിക്ക് കുറച്ചും കൂടെ ടൈം എടുത്തു. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇത്തിരി ഫേവേർഡ് ആയിട്ട് ഈ പ്രാവശ്യം ഹാപ്പിയാണ്. ഇതിന്റെ ഫാമിലിയിലായിരിക്കും? എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഒരു ചേട്ടനുണ്ട്. അപ്പം ചേട്ടൻ ബ്രില്യൻറ്റിലായിരുന്നേ, വീക്കെൻഡ് ബാച്ചിലായിരുന്നു. അപ്പം ചേട്ടനാണോ റോൾ മോഡൽ ആയിട്ട് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുക, മെഡിസിൻ വേണം എഞ്ചിനീയറിംഗ് വേണം എന്നൊക്കെ ചൂസ് ചെയ്ത് ചിന്തിച്ച ഒരു സമയത്ത്? ഒരു തുടക്കം എന്ന് വേണം പറയാം. ഒരു തുടക്കം. എൻ്റെ അച്ഛനപ്പോൾ ഓൾറെഡി എഞ്ചിനീയർ ആണ്. അപ്പം അച്ഛനും എഞ്ചിനീയർ ആണ്, അമ്മ ടീച്ചറാണ്. അപ്പം പിന്നെ ചേട്ടനും കൂടി ഇതായപ്പോഴത്തേക്കും എനിക്കും കൂടെ ഒരു കൊള്ളാം, ഇത് കൊള്ളാം, പരിപാടി കൊള്ളാം, അതിനോട് അങ്ങനെയൊക്കെ ഉണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഓൾറെഡി ബ്രില്യൻറ്റിൽ പഠിച്ച ആളല്ലേ ചേട്ടൻ? ഇപ്പൊ ബ്രില്യൻറ്റിൽ പഠിച്ചിട്ട് ഇപ്പം CET-യില് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പം ഫൈനൽ ഇയറാ. അപ്പം നല്ലതൊക്കെ പോകുന്നു. കുറെ പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, ഫോറിൻ രാജ്യത്തിൽ നിന്നൊക്കെ വരുന്ന എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളി വൻ സീനാന്ന് ആൾക്കാരൊക്കെ പറയുന്നത്. ജെഇ അഡ്വാൻസ് റിപ്പീറ്റേഴ്സിൽ ബാച്ചിൽ ഒരാളായിരുന്നു അല്ലേ? ഓക്കെ, ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഭയങ്കര നല്ലത്. ഇങ്ങനെ ആരും പറയിപ്പിക്കുന്നൊന്നുമല്ല, ശരിക്കും ജെന്യുവൻലി ഭയങ്കര നല്ലതായിരുന്നു റിപ്പീറ്റർ എക്സ്പീരിയൻസ്. ഇപ്പം സാറുമാരായാലും എനിക്കിപ്പം കിഷോർ സാറും ലാൽ സാറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ലെവലുള്ള സാറുമാരിൽ ഒരാളൊക്കെ അവർ. അപ്പം പിന്നെ ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പഠനമായാലും അറ്റ്മോസ്ഫിയർ ആയാലും ഫുഡായാലും ഏകദേശം ഒരു പ്രതീക്ഷയില്ല ഇത്രയും നല്ലതായിരിക്കും. പിന്നെ ബിനിൽ സാറിൻ്റെ ഒക്കെ സപ്പോർട്ട് ശരിക്കും ലൈക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും, പക്ഷെ അങ്ങനെ അല്ല, ശരിക്കും നല്ലതാണ്. അതാണ് അതിൻ്റെ ഒരു. നമ്മളിപ്പോൾ കുറെ എക്സാം കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ബിനിൽ സാർ ഓൾറെഡി പറഞ്ഞ് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വീട്ടിൽ പോകുമായിരുന്നു, അതോ സാറിനെ കാണുമായിരുന്നു? അതെന്താ ചെയ്തുകൊണ്ടിരുന്നു? ഇതിനെ കൂടെ മിക്സ് ആയിരുന്നു ചിലപ്പോഴൊക്കെ. ഇപ്പം ഒബ്വിയസ്ലി അപ്പ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. ഇപ്പം ചില എക്സാമിനൊക്കെ 100-ന് കളി പോകും, ചില എക്സാമിനൊക്കെ 10-നുള്ളിൽ വരും, ചിലപ്പോൾ അതിൻ്റെ നടുക്കൊക്കെ ആയിരിക്കും. പക്ഷെ എന്ത് വന്നാലും ഇങ്ങനെ എല്ലാവരും പറയും പിടിക്കാടാ, അടുത്ത എക്സാം ഉണ്ടല്ലോ, പിടിക്കാം, പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ആ ഒരു അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ എല്ലാവരും നല്ല നല്ല കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ടാവും, നാച്ചുറലാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾ തമ്മിൽ? ഒരു ഡൗട്ട് ഒക്കെ വരുമ്പോൾ? പിന്നെ അയ്യോ, ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അവരിങ്ങനെ ചിലവരുടെയൊക്കെ ചിന്തരീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സെപ്ഷനല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലവരൊക്കെ ഇങ്ങനെ ഭയങ്കര ലെവലിൽ അത് ചിന്തിക്കുന്നത്, പുതിയ മെത്തേഡ്സ് ഒക്കെ ഞാൻ അവരെ ഒന്ന് കാണുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അവർ അത്രയ്ക്ക് ലെവലിലാണ് അവർ ചിന്തിക്കുക. അപ്പം ഇവരുടെ ഈ ഓരോരുത്തരുടെ ഈ ചിന്താരീതിയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കും ഒരു പുതിയൊരു രീതി കിട്ടി. ഇങ്ങനെ ചിന്തിക്കാം, അങ്ങനെ പോകാം, അങ്ങനെ വരാം എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഓവറോൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അഡ്വാൻസിനും ഈ പറഞ്ഞതുപോലെ തന്നെ തകർക്കുക. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.